അസ്സലാമു അലൈക്കും. ഞാൻ അബ്ദുൽ ഹന്നാൻ, SNEC ശരിയ പ്ലസ് സ്ഥാപനമായ കൂത്തുപറമ്പ് ഷംസുൽ ഉലമ അക്കാദമി വിദ്യാർത്ഥി. മുസ്ലിം കേരളത്തിന് നേരിന്റെ ദിശാബോധം പകർന്നു കിട്ടിയ പ്രയാണവീതിയിൽ 100 വർഷം പിന്നിടുകയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആദർശ വിശുദ്ധി നൂറ്റാണ്ടിലൂടെ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ നിമിഷത്തിൽ നാളിതുവരെയുള്ള സമസ്തയുടെ ചരിത്രപരമായ കാര്യങ്ങളും പ്രാധാന്യവും പ്രത്യേകതകളും നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണിവിടം. അറേബ്യൻ മണലാരണ്യത്തിൽ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊളുത്തിവെച്ച യഥാർത്ഥ വിശ്വാസസ്വരണിയായ സുന്നത്ത് ജമാഅത്ത് കളങ്കമില്ലാതെ പകർന്നു കിട്ടിയ മണ്ണാണ് നമ്മുടെ കേരളം. അതിൽ വിള്ളൽ സൃഷ്ടിക്കുകയായിരുന്നു വിദേത്ത് പുത്തനാശയക്കാർ. അന്ന് വരക്കൽ തങ്ങൾ മുതൽ ഇന്ന് ജിഫ്രി തങ്ങൾ വരെ എത്തി നിൽക്കുന്ന ഈ വലിയ ഒരു പ്രസ്ഥാനത്തിന് നാം നെഞ്ചോട് ചേർത്ത് പിടിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് എങ്ങനെ ഇതിനെ വിടാൻ കഴിയും? ഞാൻ പഠിക്കുന്ന കോളേജ് പോലും സമസ്തയുടെ കീഴിലാണ്. സമസ്തയുടെ കീഴിൽ ഒരുപാട് കോളേജുകളുണ്ട്. SNEC ഇപ്പോൾ വലിയൊരു വിദ്യാഭ്യാസ വിപ്ലവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുകയല്ല. 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് അക്കാലത്തെ സയ്യിദും ആലിമും ആവിദുമായ വരക്കൽ ബാഅലവി മുല്ലക്കോയ തങ്ങളെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കുകയാണ്. 1951 രൂപീകൃതമായ സമസ്തയുടെ കീഴടങ്ങൾ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ കേരളം, തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി, മഹാരാഷ്ട്ര, ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് എന്നീ കേരളത്തിന് അകത്തും പുറത്തും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 12 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ സമസ്തയുടെ കീഴിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 11,000-ഓളം മദ്രസകളും 1 ലക്ഷത്തോളം മുഅല്ലിമീങ്ങളും അതിന് ദീനീ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. സമസ്ത, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, സുന്നി യുവജന സംഘം എന്നീ ഒട്ടനേകം കീഴടങ്ങളും വേറെയുമുണ്ട്. SNEC 2 വർഷം പിന്നിടുമ്പോൾ വലിയ ഒരു വിദ്യാഭ്യാസ വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സമസ്ത എന്ന ഈ മഹത് പ്രസ്ഥാനത്തെ നാം നെഞ്ചോട് ചേർക്കണം. നാഥൻ തുണക്കട്ടെ. ആമീൻ.